എന്താ അറിയാ? എന്താ നീ പറയുന്നേ? ചുമ്മാ പറയുന്നതല്ല വിനയ്. ആ പാമ്പിനെ കണ്ടപ്പോ മുതല് ഭയങ്കരമായിട്ട് പേടിയാവുക. അതിനി മുറിയിലേക്ക് എങ്ങാനും കയറി വരുമോ? എവിടെയും വരില്ല. നീ പേടിക്കണ്ട റിയ. പാമ്പിനി വരില്ല. അഥവാ വന്നാ തന്നെ ഞാനില്ലേ കൂടെ. ഞാനതിനെ അടിച്ച് കൊന്നുകളയും. നീ ധൈര്യമായിട്ടിരിക്ക. വരില്ലായിരിക്കും അല്ലേ? വരില്ല. വന്നാ അതിനടിച്ചു കൊല്ലണം. അപ്പൊ തന്നെ ഞാനതിനെ കൊന്നേനെ. അന്നേരം അവളുടെ കരച്ചിലും പിഴിച്ചിലും പിന്നെ എല്ലാരും കൂടെ ചേർന്നതിനെ പിടിച്ചു മാറ്റിയില്ലേ. അതാ ഞാൻ അതിനെ വെറുതെ വിട്ടത്. ഇനി വന്നാൽ ഒന്നും നോക്കില്ല, അടിച്ചതിനെ തലതലി തകർക്കും. അല്ല വിനയ്, പാമ്പിന് ചെവിയില്ല, കേൾവിശക്തി ഇല്ല എന്നൊക്കെയാ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉള്ളില് എല്ലിനോട് ചേർന്ന് ഒരു ചെവിയായിരിക്കും. എന്തു തന്നെ ആയാലും പാമ്പിന് മനുഷ്യനെ മനസ്സിലാവോ? അതെന്താ? പാർവതി പോവാൻ പറഞ്ഞപ്പോ ആ പാമ്പ് പോയി. അത് കണ്ടിട്ട് ചോദിച്ചതാ. പ്രിയ, അതാണ് പാർവതി. അതെ, അവള് പാമ്പിനോടൊന്നല്ല സകല ജീവജാലങ്ങളോട് സംസാരിക്കും. പ്രേതാത്മാക്കളോട് സംസാരിക്കുന്ന യക്ഷിയാണ് അവള്. അവൾക്കാണോ ഉരകങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം സംസാരിക്കാൻ പ്രയാസം? നീ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും അവളോട് ചോദിക്കാൻ നിൽക്കണ്ട. അത് ചിലപ്പോ നിനക്ക് ദോഷമായി മാറും. ഗായത്രി ദേവിയുടെ ആത്മാവായിരിക്കോ അവളെ സഹായിച്ചത്? ചിലപ്പോ ആയിരിക്കും. നീങ്ങ വന്നേ, നമുക്ക് പോയി കിടക്കാം. വെറുതെ ആലോചിച്ചോണ്ടിരുന്നല്ലേ ഉറക്കം പോവും. വാ. വിപിൻ സാറ് പോവാണോ? താൻ കിടന്നോ, ഞാൻ എഴുന്നേക്കുവാ. അയ്യടെ മോനെ, രാത്രി മുഴുവൻ എന്റെ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പൊ എസ്കേപ്പ് ആവാൻ നോക്കുന്നു. മിസ്റ്റർ ബ്രഹ്മചാരി, കുറച്ചു നേരം കൂടി എന്റെ അടുത്ത് കിടന്നിട്ട് പോയാ മതി. പല്ലവി, അമ്മ. ഒരമ്മയില്ല, കിടന്നിട്ട് പോയാ മതി. കിടക്ക് സാറേ. വിശാൽ സർ, എന്താടോ, എന്തു പറ്റി? എന്താ എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല. ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. തനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാഗശാപ പരിഹാരക്രിയ ചെയ്യാതെ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞത് ദോഷമാണെന്ന് സാറിനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ എന്തിനാ സാറിനെ കൂടി വിഷമിപ്പിക്കുന്ന? താനെന്താണ് ഞാൻ ചോദിച്ചതിന് മറുപടി വരാത്ത? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏയ്, ഒന്നുമില്ല. തലവേദനയോ പനിയോ വല്ലതും ഉണ്ടോ? വിശാൽ, വാ. നീ തിരക്കിൽ വല്ലതുമാണോ?
ഏയ് അല്ല, എന്താ അമ്മേ? നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോ. എടാ, ഇവിടെ അടുത്ത് ഒരു ആത്മാനന്ദ സ്വാമികളുണ്ട്. നീ കേട്ടിട്ടുണ്ടോ സ്വാമിജിയെ കുറിച്ച്? ഇല്ലമ്മേ, എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ലല്ലോ. പാർവതി, നിനക്കറിയാമോ? പാർവതിക്ക് അറിയോ? എനിക്കും അറിയില്ല. അതിപ്പോ എല്ലാവർക്കും എല്ലാരെയും അറിയണമെന്നില്ലല്ലോ ആന്റി. ആന്റി കാര്യം പറ. അമ്മ കാര്യം പറയാ. എടാ, ഈ സ്വാമിജി വലിയ ദിവ്യനാ. അപാര സിദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള ആളാണ്. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സ്വാമിജി യാഗം നടത്തി സാധിച്ചു തരും. ഇപ്പോ ഇവിടെ നമ്മുടെ ആവശ്യം എന്താ? ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചില് ഉയർന്നു കേൾക്കണം, അല്ലേ? അവരുടെയൊക്കെ കളിയും ചിരിയും കൊണ്ട് നിറയണം ഈ വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്താന സൗഭാഗ്യം ഉണ്ടാവണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അമ്മേ. എന്റെ ആഗ്രഹവും ഇത് തന്നെയാ. ഞാനിത് സ്വാമിജിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോ സ്വാമിജി പറയുന്നത് നമ്മുടെ ആഗ്രഹം നിവർത്തിക്കുന്നതിനായി ഇവിടെ നമ്മുടെ വീട്ടില് ഒരു ശ്രീശങ്കരയാഗം നടത്തണമെന്നാ. അതിനെന്താ, നടത്താലോ. പക്ഷെ അതിനു മുമ്പ് ആത്മാനന്ദ സ്വാമിജിയെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി നേരിട്ടൊന്ന് കാണണം. പോകുമ്പോ തനിച്ചു പോകാനും പാടില്ല. കുടുംബത്തിലെ ഏതെങ്കിലും മരുമകളെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ആരെ കൂട്ടിക്കൊണ്ട് പോകാനാ? പാർവതി ഉണ്ടല്ലോ. പാർവതി. അയ്യോ സർ, എനിക്കിവിടെ ഒത്തിരി ജോലികളുണ്ട്. അമ്മേ, ഞാൻ വരാം. അല്ല, പല്ലവിയെ കൂട്ടിക്കൊണ്ടുപോയ ഗാർഗി പരാതി പറയൂലേ? ഇവൾക്കെന്താ ഗാർഗിയോട് പെട്ടെന്നൊരു സ്നേഹം? അത് ശരിയാ. അവള് ചിലപ്പോ പരാതി പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എനിക്കൊപ്പം ഒരു മരുമകൾക്ക് മാത്രമേ ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. എങ്കിൽ ആ മരുമകളും ഞാൻ തന്നെയാ. ഗാർഗിയോട് എന്തെങ്കിലും മറുപടി പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ 3 മരുമക്കളുടെയും പേരുകൾ എഴുതി നമുക്ക് നറുക്കിടാം. അതിൽ ആരുടെ പേരാണോ വരുന്നത് ആ ആള് എന്റെ ഒപ്പം പോരട്ടെ. അപ്പൊ പിന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ടോ? വേണം മോളെ, അതാണ് അതിന്റെ മര്യാദ. അറിയാ, നീ അതിന്നൊരു പേപ്പർ എടുത്ത് അതില് പാർവതിയുടെയും പല്ലവിയുടെയും ഗാർഗിയുടെയും ഒക്കെ പേരുകൾ എഴുതി ഒരു നറുക്കാക്കിത്ത. ഞാൻ അതിൽ നിന്നും ഒരെണ്ണം നറുക്കെടുക്കാം. ശരി ആന്റി. പാർവതി, ദേ പാർവതി, നിന്റെ പേരാ വന്നിരിക്കുന്നത്. ഇനി നീ ഒഴിവ് പറയരുത്. ഇവിടുത്തെ ജോലിയൊക്കെ മറ്റുള്ള ആരെങ്കിലും ചെയ്തോളും.
എന്താ പാർവതി ഒന്നും മിണ്ടാത്തെ? വിശാലെ, നീ ഒന്ന് പറഞ്ഞേ. പാർവതി വരൂ അമ്മേ. പാർവതി മാത്രമല്ല, ഇവൾക്കൊപ്പം ഞാനും വരുന്നുണ്ട്. എന്നാ നിങ്ങൾ പോയി റെഡിയാവും. വാ പാർവതി, നമുക്ക് പോയി റെഡിയാവാം. ഞങ്ങൾ ഇപ്പൊ വരാമേ. വാ, നടക്ക. ഒരു ഭഗീരഥ പ്രയത്നം ഒഴിഞ്ഞു. എന്തായാലും പാർവതി എനിക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചല്ലോ. അവൾക്കൊപ്പം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വിശാലം വരാൻ തയ്യാറായി. അത് നന്നായി. പാർവതിക്കൊപ്പം തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. രണ്ടുപേരെയും കൂട്ടി ആത്മാനന്ദ സ്വാമിയുടെ മുന്നിലെത്തിയാൽ ബാക്കിയെല്ലാം സ്വാമിജി നിറവേറ്റിത്തരും. അതുറപ്പാ. പക്ഷേ ആ വിൽപത്രവും മറ്റു ഡോക്യുമെന്റ്സും കൂടെ കിട്ടണമല്ലോ. അതെവിടെ നിന്ന് കിട്ടും? എങ്ങനെ കണ്ടെത്തും? അമ്മേ, മോളെ, നീ ഹാപ്പി അല്ലേ? അമ്മേ, അമ്മ എന്താ എന്നെ ശ്രീശങ്കര യാഗത്തിന് കൂട്ടിക്കൊണ്ടു പോവാത്തത്? ഞാനല്ലേ അമ്മയോടൊപ്പം വരേണ്ടത്? ഇവിടെ എന്റെ കുഞ്ഞിന്റെ കളിച്ചിരി ഒച്ചകളല്ലേ ആദ്യം കേൾക്കേണ്ടത്. അപ്പോ അമ്മ എന്നെയായിരുന്നു ആദ്യം കൂട്ടിക്കൊണ്ടു പോവേണ്ടിയിരുന്നത്. അതിന് പകരം ചീട്ടെഴുതിയിട്ട് ആളെ കണ്ടെത്തിയിരിക്കുന്നു. അത് വേണ്ടായിരുന്നു. ആ വിൽപത്രവും ഡോക്യുമെന്റ്സും പാർവതി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇവൾക്കറിയാമായിരിക്കും. തന്ത്രപൂർവ്വം ഇവളെ കൊണ്ട് അതെടുപ്പിക്കാം. അമ്മ എന്തോന്നും മിണ്ടാത്തത്? ആഹാ, ആ യാഗത്തിന്റെ ഐശ്വര്യം എനിക്കും എന്റെ കുഞ്ഞിനും കിട്ടണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? കൊള്ളാം. ഞാനത് ആഗ്രഹിക്കാതിരിക്കുമോ മോളെ? യാഗത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യവും ഐശ്വര്യവും നിനക്കുണ്ടാവണമെന്നാ എന്റെ ചിന്ത. അതെങ്ങനെ കിട്ടും മോളെ? അതിനൊരു മാർഗമുണ്ട്. മോള് ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ദേ, വലിയ ഭാഗ്യം തന്നെ മോൾക്ക് വന്നു ചേരും. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? മോളെ, നിന്റെ ചേച്ചിയുടെ കയ്യില് ആചാര്യ വക്കീല് കൊടുത്ത ഒരു സഞ്ചി ഉണ്ടല്ലോ, പണം കായ്ക്കുന്ന മരം എന്ന് എഴുതിയ ഒരു സഞ്ചി. അതിനകത്ത് വിൽപത്രവും ഇവിടുത്തെ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സും ആണെന്ന് അറിയില്ലേ? അതറിയാം. മോൾ ആദ്യം അതെടുത്തിട്ട് വാ. അതിനുള്ളിലാണോ ഭാഗ്യമുള്ളത്? പറയാം. ആ, ആദ്യം ഞാൻ പറഞ്ഞത് പല്ലവി അനുസരിക്കും. വേഗം പോയി അതെടുത്തിട്ട് വാ. അമ്മയുടെ പൊന്നല്ലേ, ചെല്ലും മോളെ. ശരി അമ്മേ, ഞാൻ പോയി അതിപ്പോ എടുത്തിട്ട് വരാം.
ശേ, അവളത് എവിടെയാ വെച്ചിരിക്കുന്നത്? കാണുന്നില്ലല്ലോ. എന്റെ ഉദയനൊരമ്മേ, എനിക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോവുക. പാർവതി, നീ നിധി പോലെ ഒളിപ്പിച്ചിരുന്ന വിൽപത്രവും ഡോക്യുമെന്റ്സും എന്റെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നു. നിനക്കിങ്ങനെ ശുദ്ധ പൊട്ടിയായ ഒരു അനിയത്തി ഉണ്ടായത് എന്റെ ഭാഗ്യം. അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ആ മഹാഭാഗ്യത്തിനുള്ള വഴി പറഞ്ഞതാ. പറഞ്ഞു തരാം മോളെ, പക്ഷേ ഇപ്പോഴല്ല. അമ്മേ, മോള് പരിഭവിക്കണ്ട. അമ്മ വെറും വാക്ക് പറഞ്ഞതൊന്നുമല്ല മോളെ. നിനക്ക് മഹാഭാഗ്യം വരാൻ പോവാ. രാജകുമാരിയെ പോലെ സ്വത്തും സുഖവുമായി ജീവിതാന്ത്യം വരെ കഴിയാനുള്ള രാജയോഗം. പക്ഷേ മോൾ ഇതിനു വേണ്ടി കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങള്. അതിനുള്ളിൽ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നയായി മാറും. കോടാനുകോടീശ്വരിയായി തീരും. അന്ന് പാർവതി നിന്റെ മുന്നിൽ ഒന്നും അല്ലാതെയായി തീരും. അതിനുള്ള മാർഗമാണ് ഈ സഞ്ചി എന്നെ ഏൽപ്പിച്ചതിലൂടെ നിനക്ക് മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നത്. മോളെ, ഭാഗ്യം പെയ്തിറങ്ങുന്ന ആ ദിവസങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കൂ. ചേച്ചിയേക്കാൾ വലിയ സമ്പന്നയാകുമെന്നല്ലേ അമ്മ പറഞ്ഞത്? എനിക്കതാവണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. അത് സാധിക്കാൻ പോവുകയാണല്ലോ ഭഗവാനെ. വലിയ ആശ്രമമാണല്ലോ.
ഇത് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ആശ്രമമാണ് ബ്രോ. ഓ ഐ സി. ആ നിങ്ങൾ അകത്തേക്ക് വാ. വാ, നമുക്ക് സ്വാമിജിയെ കാണാം. വാ. വാ. അവിടെ ശ്രീചക്ര പൂജ നടക്കുന്നെന്നല്ലേ അമ്മ പറഞ്ഞത്? ഉം. എന്നിട്ട് ശ്രീചക്ര പൂജയുടെ ചക്രമല്ലല്ലോ അവിടെ തീർത്തിരിക്കുന്നത്.